ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിലാണുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്ത് നോക്കിയത് തണ്ണിമത്തനായിരുന്നു കേട്ടോ. അത്ര മോശമല്ലാത്ത ഒരു അടിപൊളി കൃഷിയായിരുന്നു തണ്ണിമത്തൻ. തണ്ണിമത്തൻ സീസൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടവേളയായിട്ട് ചെയ്തിട്ടുള്ള കൃഷികളാണ് കേട്ടോ ഇപ്പോഴത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറ്റിപ്പയർ അല്ലെങ്കിൽ നാടൻ പയർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഇതൊരു 50 ചുവട് ചെടിയാണ് വച്ചിട്ടുള്ളത്. അത്യാവശ്യം നന്നായി തന്നെ പൂത്ത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ആദ്യ വിളവെടുപ്പാണ്. അപ്പോൾ 50 ചുവട് ചെടികളിൽ നിന്നായിട്ട് നമ്മൾ ആദ്യ തവണ പറിച്ചത് 5 കിലോ പയറാണ് കേട്ടോ. ഇവിടെ ഒരു 60 സെൻറ്റോളം സ്ഥലമാണുള്ളത്. പയർ മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്താണ് പയർ കൃഷിയുള്ളത്, പിന്നെ ഒരു ഭാഗത്ത് വള്ളിപ്പയർ കൃഷിയുണ്ട്, പിന്നെ ചീര, വെള്ളരി, സാലഡ് വെള്ളരി, മത്തൻ, കുമ്പളം, വെണ്ട, വഴുതന, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പച്ചക്കറികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഈ കൃഷിക്കൊന്നും നമുക്ക് പുറത്തുനിന്ന് പണിക്കാരൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. പയറിൻ്റെ കൂമ്പ് നുള്ളിയ നന്നായിട്ട് തളിർത്ത് പൂത്ത് കായ്ക്കും എന്നാണ് പറയണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് പയറിൻ്റെ ഇലയും കൂമ്പും ഒക്കെ നുള്ളി തോരൻ വെക്കാമെന്ന് കരുതി കേട്ടോ. ഈ സ്ഥലം നമ്മുടെ വീടിനോട് ചേർന്നൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും വരാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ പൂത്ത് തളിർത്ത് കായ്ച്ചു നിൽക്കുന്നതൊക്കെ കാണാനും അതൊക്കെ വിളവെടുക്കുമ്പോൾ ഒക്കെ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സൂത്തിങ് ആണ്. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും വരാം എന്നൊക്കെയാണ് കേട്ടോ കരുതുന്നത്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ നിന്നുള്ള സ്ഥിരമായ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണാം. വിളവെടുക്കുന്നതിൻ്റെ മാത്രമല്ല, നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ടിപ്സും എല്ലാം കൂടി നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ വേറെ ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികൾ അടുത്തുള്ള പച്ചക്കറി കടകളിലും ആവശ്യക്കാർക്കും എല്ലാം കൊടുത്തതിന് ശേഷം കൂടുതലായിട്ടും പോകുന്നത് VFCയുടെ കർഷക വിപണിയുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ. വിപണിയിൽ നിന്ന് പച്ചക്കറി വ്യാപാരികൾ ലേലം വിളിച്ചാണ് പച്ചക്കറി കൊണ്ടുപോകുന്നത്. കൂടാതെ നമ്മുടെ നാട്ടുകാരും അവിടെ വന്ന് ലേലം വിളിയിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ കർഷകർക്കെല്ലാം അത്യാവശ്യം നല്ല വില ലഭിക്കുന്നുണ്ട് കേട്ടോ. കൃഷി ചെയ്യുന്നതിൻ്റെ മാനസിക സന്തോഷത്തിനും അപ്പുറം അതിനൊരു മൂല്യം കൂടി ലഭിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ചെയ്യുന്നതിനുള്ള ഒരു ആവേശം ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വിലയെല്ലാം ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് പുതിയ പുതിയ മേഖലകളിൽ കൈവയ്ക്കാനുള്ള ഒരു ധൈര്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുതിയ ഐറ്റംസൊക്കെ ഈ ചാനലിലൂടെ കാണാം. ഈ കൃഷിയിടത്തിൻ്റെ മുകളിലൂടെ ഒരു അക്വഡേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ആ അക്വഡേറ്റിൽ നിന്ന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഈ ചെടികൾക്കെല്ലാം വെള്ളം കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു വാൽവ് തുറന്നാൽ തന്നെ നമുക്ക് എല്ലാ ചെടികൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേരം വന്ന് നമ്മളൊന്ന് വാൽവ് തുറന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് നമ്മൾ 5 കിലോ പയറോളം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കെട്ടുകളാക്കി നമുക്ക് വിപണിയിലേക്ക് പോകാം. രണ്ടര കിലോൻ്റെ 2 കെട്ടുകളാണ് കേട്ടോ നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് ഇന്ന് വിപണിയിലേക്കുള്ള ഐറ്റംസ് സാലഡ് വെള്ളരിയും കണിവെള്ളരിയുമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിപണിയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ എല്ലാ തരത്തിലുള്ള കാർഷികോൽപ്പന്നങ്ങളും ഉണ്ട് കേട്ടോ. ഏത്തക്കൊല, ഇളനീര്, കാടമുട്ട, മുട്ട, വിവിധ തരത്തിലുള്ള പച്ചക്കറി ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് വിപണിയിൽ നമ്മൾ ലേലത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അവർ ലേലം വിളിച്ച് നെക്സ്റ്റ് ആഴ്ച നമുക്ക് പൈസ തരും. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സംവിധാനം.